ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഡേ 2 ഓഫ് എഡിൻബറ. ഞാൻ എൻ്റെ ഉറക്കത്തിൽ നിന്നീട്ടേ ഉള്ളൂ. സമയം ഏകദേശം 7:45 ആയിട്ടുണ്ട്. റിജു അവിടെ കിടന്ന് പൂര ഉറക്കമാണ്. രാവിലെ 6 മണിക്ക് എണ്ണിക്കുമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയതാണ്. ഇതുവരെ എണ്ണീറ്റിട്ടില്ല. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം. ഇന്നത്തെ ഐറ്റിനറി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കിനി ഫ്ലൈറ്റ് വരുന്നത് രാത്രി 8:30-ക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 മണിക്കുള്ളിൽ ലീവ് ചെയ്യണം. എന്നാലേ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇല്ല ഇന്നലത്തെ പോലെ അവിടെ ഓടേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കങ്ങനെ പ്രോപ്പറായിട്ടൊരു ഐറ്റിനറി ഇല്ല. ഉണ്ട്, ബട്ട് ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ChatGPT ഉണ്ടല്ലോ, പിന്നെ ഗൂഗിളൊക്കെ ഉണ്ടല്ലോ, വിഷമിക്കേണ്ട. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ Airbnb ഓണർ ഒരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം വെച്ചൊന്ന് റെഫർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഞാൻ സ്കിൻ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നും ഇട്ടില്ല. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടുള്ളൂ. പിന്നെ ഈ ലിപ് ബാം കൊള്ളാം കേട്ടോ. നല്ലൊരു മണമൊക്കെ ഉണ്ട്. അങ്ങനെ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ബട്ട് ഇതും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം നാം കാണുന്നു. അതെന്താണെന്ന് കണ്ടെത്താൻ ഇനി ഇതേ പണിത ഇത് കുളമാകും, ഇതേ പണിത ഇതും കുളമാകും. അപ്പം ബെറ്റർ ഇങ്ങനെ തന്നെ പോണേ ആയിരിക്കും. എന്തായാലും ഞാൻ നോക്കട്ടെ. എങ്ങനെയൊക്കെയോ വരച്ച് 2 കണ്ണും ഒരുപോലെ ആക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ 2 കണ്ണും ഒരേപോലെ വരയ്ക്കുന്നവരെ സമ്മതിക്കണം. എനിക്കൊന്ന് എപ്പോഴെങ്കിലും ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ആയിരിക്കും. ഇങ്ങോട്ടോ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ബട്ട് ഇന്ന് കുറച്ചൊക്കെയാണ്. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നും തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെയാണ്. ഇനി ഡ്രസ്സ് ചെയ്യണം. എൻ്റെ ഡ്രസ്സ് ഇന്നൊരു സ്കേർട്ടും ഒരു സ്വെറ്ററും ആണ്. അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കണം. പിന്നെ റിജുവിനെ കുത്തിപ്പൊക്കണം. എനിക്കിപ്പോൾ എണ്ണിക്കാൻ ടൈമായി. പിന്നെ എല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് കെട്ടിപ്പൂട്ടി ഇറങ്ങണം. അപ്പോൾ അതിൽ കാണാം. റിജോയ്ക്ക് ജലദോഷമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഉണ്ടച്ചക്കയില്ലെന്ന് പറഞ്ഞതിന് വീണ്ടും എന്നോട് പിണങ്ങി കിടക്കുവാണ് ഗൈസ്. റിജു അല്ല ഗൈസ്, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റിട്ടില്ല ഗൈസ്. കള്ള, ഇപ്പോഴല്ലേടാ നീ തിരിഞ്ഞു കിടന്നുറങ്ങിയത്. എണ്ണീക്ക് അങ്ങോട്ട് ചാടി നിൽക്കി. ഗുഡ് മോർണിംഗ്. പോണ്ടേ, മണി 9 നല്ല സൺറൈസ് ആയിരുന്നല്ലേ. അത്രയും നേരത്തെ എണ്ണീറ്റുകൊണ്ട് നല്ലൊരു സൺറൈസ് കാണാൻ പറ്റി. അടിപൊളി. ഇത്രയും നല്ല സൺറൈസ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. റിജു ഒരു കില്ലാടി തന്നെ. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ആ സ്കാർഫ് കൂടി ഇടണം. അതിട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നതുകൊണ്ട് ഞാനത് ഊരി മാറ്റിയതാണ്. ബട്ട് തണുപ്പായതുകൊണ്ട് അത് ഇടാം. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ആ ഒരു സ്കാർഫ് കൂടെ വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ലുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. എല്ലാ ബാഗിലൊക്കെ വെച്ച് ഇനി ഒന്ന് ഡബിൾ ചെക്ക് കൂടെ ചെയ്യണം. ദെൻ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. റിജു റെഡിയാകുന്ന ടൈമിൽ നമുക്ക് ഈ സാധനമൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ കിട്ടും. അധികം സാധനമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ചെക്കൗട്ട് വരുന്നത് 11 o'clock-നായിരുന്നേ. നമ്മളോട് ഹോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയ. അങ്ങനെ നമ്മൾ ഫുള്ള് റൂമെല്ലാം സെറ്റാക്കി ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇനി
വാഷ്റൂമിൽ വല്ലതും ഉണ്ടായിരുന്നു? പോവാം. എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? ഉറങ്ങാൻ തോന്നില്ലേ? രാവിലെ കുറേ നാളൊക്കെ ശേഷം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് ഗൈസ്? നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നോർത്ത്. നല്ല വിശപ്പുണ്ട്. ഇതെന്താ ഒരു കുരു. അങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ട് നോക്കാം. ഊബർ ബുക്ക് ചെയ്തിട്ട് ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കഫേയിലാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് വാക്കാൻ തരാം. ഞങ്ങളിത് മിൽക്ക് മാൻ കഫേയിലാണ്. ഞാനൊരു ക്യാപിച്ചീനോയും റിജു ഒരു ഹോട്ട് ചോക്ലേറ്റുമാണ് പറഞ്ഞത്. പിന്നെ ഒരു സിനമൺ റോളും, പിന്നെ ഒരു അതിൻ്റെ പേര് ഞാൻ മറന്നു. ഇതായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചത്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് ഓർമ്മ വരുന്നില്ല. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിജു കഴിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സിനമൺ ബണ്ണായിരുന്നു കേട്ടോ. അത് അവരുടെ ഏറ്റവും മൂവിങ് ഐറ്റം ആയിരുന്നു. നല്ലതാണെന്നാണ് റിജു പറഞ്ഞത്. നമ്മളങ്ങനെ മിൽക്ക് മാൻ കഫേന്ന് എല്ലാം ട്രൈ ചെയ്തിട്ട് അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേ അവിടുന്ന് നേരെ കാസിൽ കാണാൻ പോവുകയാണ്. ഇന്നലെ കാസിൽ മിസ്സായി. സോ അതുകൊണ്ട് ഇന്ന് കാസിൽ കവർ ചെയ്യണം. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് കാസിലുണ്ട്, മ്യൂസിയം ഉണ്ട്, പിന്നെ ഡീൻ വില്ലേജ് ഉണ്ട്, പിന്നെ പ്രിൻസസ് സ്ട്രീറ്റ്. എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കൊണ്ട് വാങ്ങിക്കാം. ബട്ട് ഷോപ്പിങ്ങിന് അത്ര പ്രയോറിറ്റി ഇല്ല. അപ്പോൾ ഇനി കാസിൽ ചെന്നിട്ട് കാണാം. ചെറുതായിട്ട് പണി പാളിയോന്നൊരു ഡൗട്ടുണ്ട്. മഴ പൊടിക്കുന്നുണ്ട്. മഴ പൊടിച്ച ആകെ നാശമോ. നന്നായി തണുക്കും. കാരണം ഞാൻ ഈ സ്കേർട്ട് കൂടിയായി ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. ഇതേ കാസിൽ കാണാൻ പോകുവാണ്. നമ്മൾ കാസിൽ കയറിയില്ല കേട്ടോ. കാരണം ടിക്കറ്റ്സ് നോക്കിയപ്പോൾ നെക്സ്റ്റ് സ്ലോട്ട് വരുന്നത് 1 o'clock. ഇപ്പോൾ 12 മണിയായിട്ടുള്ളൂ. അപ്പോൾ 1 മണി വരെ വെറുതെ അവിടെ നിന്ന് സമയം കളയണ്ടെന്നാണ് കരുതിയത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലോട്ട് പോവുകയാണ്. I'm not one of those who can easily hide. I know it's not bad, and it's the best I can you see from there, guys? You're right. Best I can do. Best I can do. And this is my trick, and this one's. Now that it's gone, it's okay, I get it with the balloon tomorrow. I hope you don't mind, I hope you don't mind that I put down these words. How beautiful this trick is. Now you're in the world, come on Edinburgh. Now watch! ഞങ്ങളിപ്പോൾ കണ്ട മാജിക് ഉണ്ടല്ലോ, അത് നമുക്കറിയാം. പുള്ളി എങ്ങനെയൊക്കെയോ നമ്മളെ കണ്ണു വെട്ടിച്ച് ചെയ്തിരുന്നു. പക്ഷെ ലാസ്റ്റ് കുറേ ഓറഞ്ച് വന്ന് അതെങ്ങനെ എപ്പോൾ പുള്ളി അതിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ വിജയ് വണ്ടറടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. എന്തായാലും അത് കൊള്ളായിരുന്നു.
പണ്ട് ജെമിനി സർക്കസ് അല്ല, ഞാൻ കണ്ടത് റോയൽ സർക്കസാ. പപ്പായും ഞാനും ചിക്കും കൂടെ റോയൽ സർക്കസ് കാണാൻ പോയപ്പോൾ അന്ന് കണ്ടാണ് ഇങ്ങനെ കുറെ മാജിക്. പിന്നെ ഇന്നാണ് കണ്ടത്. ഇപ്പോഴും ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും കാസിലിൽ വന്ന് ഇവിടെ എന്തോ 1 o'clock ഫയറിങ് എന്തോ ഉണ്ട്. കാസിലിൻ്റെ അകത്ത് കയറാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നൊരു താല്പര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് ഓരോ സ്ഥലത്ത് പോയപ്പോൾ ഓരോ കാസിൽ കയറിയിട്ടുണ്ട്. ഇത് ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് എന്തായാലും ഈ പ്രാവശ്യം വേണ്ട എന്ന് വിചാരിച്ചു. തിരിച്ച് നമ്മൾ കാസിലെത്തിയപ്പോൾ അവിടെ ഒരു ഫുഡ് ട്രക്കിൽ നല്ല മണം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റിജുയ്ക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞേ. റിജു അതെ മാനിൻ്റെ ബർഗർ കഴിക്കുവാണ് ഗൈസ്. ഈ മനുഷ്യൻ എന്തൊക്കെ കഴിക്കുമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. തിരിച്ചു കടിക്കാത്ത എന്തിനെ കിട്ടിയാലും കഴിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയൂ താങ്കൾ. എക്സൈറ്റഡ് ആണോ മാനെ കഴിക്കാൻ? മഹാഭാവി ആ പാവം മാൻ എന്ത് ചെയ്തടാ, ദുഷ്ട. എന്തുമോ അടിപൊളിയാണ് എല്ലാം നടക്കും. താടിയിലിരിക്കുന്നു. ഒരു മണിയാകുമ്പോൾ അവിടുന്ന് എന്തോ ഫയറിങ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നമുക്കപ്പം നോക്കാം. ഇപ്പം 12:59 നമുക്ക് നോക്കാം 1 മണിക്ക് ഉണ്ടാകുമോ ഇല്ലയോ, നമ്മൾ ചമ്മുവോ ഇല്ലയോ എന്ന് ഇപ്പം കാണാം. അത്രയുള്ള കൈ തണുത്തിട്ട് വയ്യ. താഴെ പക്ഷെ അത് എവിടെ തരും? അയ്യോ, നമ്മൾ ചമ്മി ഗൈസ്. നമ്മൾ നിന്നെടുത്തൊന്നും അല്ല പൊട്ടിയത് വേറെ എവിടുന്നോ ആയിരുന്നു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. പൊട്ടിയ സൗണ്ട് മാത്രം എവിടുന്നോ കേട്ടു, ബട്ട് അതെവിടുന്നാന്നോ ഒരു ഐഡിയ ഇല്ല. ക്യാമറ ഒക്കെ ഫുൾ സെറ്റാക്കി വെച്ചിരിക്കുവായിരുന്നു. എടുക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒരു സൊവിനിയർ വാങ്ങണ്ടേന്ന് ഓർത്ത് ഇങ്ങനെ നടക്കുമായിരുന്നേ. അപ്പോഴാണ് ആ സ്ട്രീറ്റിൽ ഭയങ്കര ആളുകളെ കണ്ടത്. നല്ലൊരു ലോങ് ക്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താന്ന് കരുതി വെറുതെ നോക്കിയാണ്. ഏറ്റവും നല്ല എഡിൻബ്രോയിൽ വന്നത് ഏറ്റവും നല്ല മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ കാണിച്ചു തരാം അതെന്താണെന്ന്. അടിപൊളിയായിട്ടില്ലേ? പിന്നെ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 8 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ടൈം കിട്ടിയാൽ ഡീൻ വില്ലേജും കൂടെ കവർ ചെയ്യണം. പിന്നെ പ്രിൻസസ് സ്ട്രീറ്റ് അതെന്തായാലും കവർ ചെയ്യാൻ പറ്റും. ഡീൻ വില്ലേജ് ഇങ്ങനെ ടൈം ഉണ്ടെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുവാണ്. അപ്പോൾ മ്യൂസിയത്തിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അവിടെ കാണാനായിട്ട് കുറേ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിതേ ലൊക്കേഷനിലെത്തി കേട്ടോ. അവിടെ കൂടെയാണ് എൻട്രൻസ്, അങ്ങോട്ടേക്ക് പോകാം. ഈ നാഷണൽ മ്യൂസിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 200 ഇയേഴ്സായിട്ട് കളക്ട് ചെയ്യുന്ന അറൗണ്ട് ഒരു 12,000 മില്യൺ ഒബ്ജക്ട്സ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. അതിൽ സ്കോട്ടിഷ് ഹിസ്റ്ററി ഉണ്ട്, ആർക്കിയോളജി ഉണ്ട്, ആർട്ട് ആൻഡ് ഡിസൈൻ ഉണ്ട്. അങ്ങനെ പല ടോപ്പിക്സിൽ നിന്നുള്ള കാര്യങ്ങളാണുള്ളത്. സ്റ്റിൽ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്.
പിന്നെ ഇവിടെ ബോത്ത് മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ചില ലിവിങ് ബീയിങ്സിനെയൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് നാച്ചുറൽ ആണോ അല്ല മാൻമെയ്ഡ് ആണോ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ChatGPT നോക്കിയപ്പോൾ കണ്ടത് ജിറാഫൊക്കെ നാച്ചുറലാണ്. അതായത് മനുഷ്യർ അവരുടെ സ്റ്റഡീസിന് വേണ്ടി ടാക്സിഡമി എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ ഇതിനെയൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് പിന്നീടുള്ള അവരുടെ സ്റ്റഡീസിനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് മ്യൂസിയമൊക്കെ കയറി കാണുവാണ്. ഫുള്ള് നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങളിപ്പം വെളിയിലിറങ്ങും. ഇനി ടൈം ഉണ്ടെങ്കിൽ ഡീൻ വില്ലേജ് നേരത്തെ പറഞ്ഞ പോലെ അത് കവർ ചെയ്യണം. പിന്നെ പ്രിൻസസ് സ്ട്രീറ്റും. നമ്മൾ എന്തായിരുന്നു മ്യൂസിയമൊക്കെ കണ്ടിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം ക്രിസ്മസിൻ്റെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഡീൻ വില്ലേജ് ദെൻ പ്രിൻസസ് സ്ട്രീറ്റ്. ഡീൻ വില്ലേജ് ഓർ പ്രിൻസസ് സ്ട്രീറ്റ് ഇതിലേതെങ്കിലും ഒന്നേ നമുക്കിന്ന് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഏതാ ബെറ്റർ എന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. നല്ല ഒത്തൻറ്റിക്കായിട്ടുള്ള സ്കോട്ടിഷ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. നമ്മൾ ആ കഫേന്ന് പേസ്ട്രീസ് അത് കഴിച്ചല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു മക്കാസ് സ്മാഷ്, എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല, അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ നല്ല തിരക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്ത് എന്താ ഇത്ര തിരക്ക്, അപ്പം നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ സെയിം ഗൂഗിൾ സജസ്റ്റ് ചെയ്തത് ആ ഒരു സ്പോട്ടാണ്. അപ്പം അവിടോട്ട് പോവാണ്. നന്നായിട്ട് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പ് വരുന്നുണ്ട്. പ്ലാനിൽ ചെറിയൊരു മാറ്റം, പ്ലാൻ എ മാറ്റി പ്ലാൻ ബി ആക്കി. ബിക്കോസ് അവിടെ കൂടുതൽ മെനുവിൽ ബേക്കണും ലാമ്പും ഒക്കെയാണ്. ഞാൻ ഇത് രണ്ടും കഴിക്കില്ല. അപ്പോൾ ഒരു സൊസൈറ്റി ബാർ ആൻഡ് കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ട് അവിടെ നല്ല സ്റ്റേക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. നമ്മുടെ ടൈം ഇവിടെയുള്ള ഓൾമോസ്റ്റ് തീരാറായി. മേ ബി ഇനി ഒരു നിയർലി കഷ്ടിച്ച 2 hours കൂടെ ഉള്ളു. പക്ഷെ സ്കോട്ട്ലാൻഡ് ഫുള്ളില്ല, എഡിൻബറ അടിപൊളിയായിരുന്നു എന്തായാലും ട്രിപ്പ്. കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് വരുമ്പോൾ ഇങ്ങനെ മനസ്സിലങ്ങനെ ഇങ്ങനെ എന്താ പറയണ്ടേ, ഞാൻ പറയാൻ മറന്നുപോയി. എന്തായാലും എഡിൻബറ അടിപൊളിയായിരുന്നു. വൺസ് നിങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് എന്തായാലും എഡിൻബറ വരണം കേട്ടോ. കാരണം അടിപൊളി സ്ഥലമാണ്. എസ്പെഷ്യലി ആ ക്രിസ്മസ് മാർക്കറ്റും പിന്നെ ഇവിടുത്തെ ഓരോ സ്ട്രീറ്റ്സിലും ഓരോ ഭംഗിയുണ്ട്. കുറേ ആളുകൾ, പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ. ഇപ്പോൾ ആ ഒരു മാജിക്കൊക്കെ നടന്ന സ്ഥലത്ത് പല ആളുകൾ കൂടി ഒരു ഇങ്ങനെ ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. അപ്പോൾ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണം കേട്ടോ. ഇത് കൊള്ളാം അല്ലേ, അടിപൊളി. നമ്മൾ ട്രാമൊക്കെ പിടിച്ച് എയർപോർട്ടിലെത്തി. ഇനി അകത്ത് കയറി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. 8:10 ഫ്ലൈറ്റ് വരുന്നത്. 9:15 ആകുമ്പം ബർമിംഗ്ഹാം എത്തും. അവിടുന്ന് ബസ് അല്ലെങ്കിൽ ഊബർ പിടിച്ചിട്ട് പോകണം. അപ്പോൾ പിന്നെ കാണാം. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലോട്ട് നമ്മൾ കടക്കുകയാണ്. ചെറുതായിട്ട് ഇവിടായിട്ടൊരു വിഷമം. വെതസ്പൂണിൽ കയറാം. പിസ്സ
ചത്ത പോലെ കിടക്കാം. കുറച്ച് കഴിയുമ്പോൾ പോകുമായിരിക്കും. അയ്യോ വെക്കേഷൻ തീർന്നേ. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു, കുറച്ചല്ല കുറച്ചധികം. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ കുട്ടി ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്ന എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. നല്ല കുറേ മെമ്മറീസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.